Chevrolet Beat petrol, diesel and LPG ഓപ്ഷൻസിലാണ് അവൈലബിൾ ആവുന്നത്. ഇനി പെട്രോൾ ഓപ്ഷനുള്ള വെഹിക്കിൾ ആണെങ്കിൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 1.2 ലിറ്ററിൻ്റെ 16 വാൽവ് DOHC സ്മാർട്ട് ടെക് എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് അറൌണ്ട് 1199 cc. When you talk about the power, it's around 80.5 PS at 6200 RPM and torque anengil it's around 108 Nm at 4400 RPM. Beat in the diesel optional vehicles use ചെയ്തിരിക്കുന്നത് ഒരു 1 liter 12 valve DOHC smart tech engine ആണ്. അതിന്റെ maximum displacement is around 936 cc. പിന്നെ പവറിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ it's around 58.5 PS at 4000 RPM and torque is around 150 Nm at 1750 RPM. According to certification, Beat in the petrol variants നിന്ന് കിട്ടുന്ന mileage is around 18.6 km per liter, whereas diesel optional വണ്ടികളിൽ നിന്ന് കിട്ടുന്ന mileage around 25.44 km per liter ആണ്. പിന്നെ പെട്രോളിന്റെ ബേസ് വേരിയന്റ് up to the diesel top end variant on road price വരുന്നത് between 4.5 to 6.9 lakhs ആണ്. ആൻഡ് ഏതൊരു വേരിയൻറ്റും നമുക്കിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് അതിന് ലിമിറ്റഡ് എഡിഷൻ ആക്കാൻ സാധിക്കും. ആൻഡ് അതിൻ്റെ ഒരു എക്സ്ട്രാ ചാർജ് വരുന്നത് അറൌണ്ട് 60,000 rupees ആണ്. For the first time globally, Chevrolet has tied up with the famous English football club, the Manchester United. Manchester United is having close to 659 million supporters across the world. And in India especially, we have lakhs of football followers following this super club. Chevrolet has tied up with this club for the next 7 years. To add to the excitement, Chevrolet has launched 2 special editions, the Chevrolet Beat and the Chevrolet Sail hatchback. This car is available in super red color, which is the official jersey of Manchester United football team. And the limited edition name is called Manchester United Special Limited Edition. In special edition, there are dozens of features available in this car. Ee maasam namukku Chevrolet vehicles edukanannundengil we are having a very special program which is service related, which is called the Chevrolet Complete Care Program. ഈ കംപ്ലീറ്റ് കെയർ പ്രോഗ്രാമിൽ ഒരു വാഹനം ഒരു കസ്റ്റമർ മേടിക്കുമ്പോൾ കസ്റ്റമറിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഈ പ്രോഗ്രാം പരിഹരിക്കുന്നതാണ്. ഇതിൽ ഒന്നാമത് നമ്മൾ പറയുന്നത് വാറണ്ടിയാണ്. ഒരു കസ്റ്റമർ ഒരു വാഹനം മേടിക്കുമ്പോൾ നമ്മൾ 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വരെ സ്റ്റാൻഡേർഡ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് കസ്റ്റമർക്ക് 4ാമത്തെയും 5ാമത്തെയും വർഷത്തേക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഷെവർലെ ബീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബീറ്റ് ഇസ് എ മോസ്റ്റ് സ്റ്റൈലിഷ്, സെക്സി ആൻഡ് അപ്പീലിംഗ് കാർ ടു ദ കസ്റ്റമേഴ്സ്. ബീറ്റ് നമ്മൾ ക്ലോസ് ടു 2 lakh വെഹിക്കിൾസ് ഇന്ത്യയിൽ സെൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ ഗെറ്റിംഗ് എ വെരി ഗുഡ് പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് ഫ്രം ദ കസ്റ്റമേഴ്സ് യു യൂസിംഗ് ഇറ്റ്. ബീറ്റിന് വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ പ്യൂർ സിറ്റി കാർ ആൻഡ് ഇറ്റ് ഇസ് ഹാവിംഗ് എഫിഷ്യൻസി ഓഫ് 25.44 kilometers of mileage, which is the best fuel efficient car in India right now. ബീറ്റിന്റെ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ ലെസ് ആണ്, കാരണം വി ആർ ഹാവിംഗ് എ മെയിൻ്റനൻസ് പാക്കേജ് ഓഫ് 3 years or 1 lakh kilometers. ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് ബീറ്റ് ധാരാളം കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. Wheels. Hi friends and welcome to the users comment. ഇന്ന് എറണാകുളത്തിന് ബിലാൽ ആണ് എന്നെ ജോയിൻ ചെയ്തിരിക്കുന്നത്. So welcome to the show ബിലാൽ. Thank you. നമുക്കൊരു റൈഡ് ആവാം. All right. ബിലാൽ, ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹാച്ച് ബാക്കുകൾക്ക് വലിയ ഡിമാൻഡുള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ ഒത്തിരി ചോയ്സസും കുറേ ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും ബിലാൽ ട്രൈ ചെയ്തത്. അപ്പൊ ഫൈനലി ഈ ബീറ്റ് തന്നെ കൺഫേം ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഏകദേശം 1 മാസത്തെ മാർക്കറ്റ് സ്റ്റഡിക്ക് ശേഷമാണ് ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്യാൻ തന്നെ കാരണം. ഞാൻ ഈ വണ്ടി ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട്സിൽ പലരും പറഞ്ഞ് ഷെവർലെ ഭയങ്കര മെയിൻ്റനൻസും കാര്യങ്ങളും ഭയങ്കര കോസ്റ്റ്ലി ആണ്, അതുപോലത്തെ പല അഭിപ്രായങ്ങളും എൻ്റെ മുന്നിലേക്ക് വന്നു. ബട്ട് അതെല്ലാം എനിക്കൊരു ഹാച്ച് ബാക്ക് എന്ന രീതിയിൽ എനിക്ക് ഈ വണ്ടിയുടെ സ്റ്റൈലും ഒരു മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നി. മോറൊരു സ്പോർട്ടി ലുക്കാണ് ഈ വണ്ടി. മൊത്തമായിട്ട് ഇൻറ്റീരിയേഴ്സ് ആണെങ്കിലും മറ്റു കാര്യങ്ങളിലും ഒരു ഹൈ റിച്ച് ഫീലിംഗ് നമുക്ക് എന്തായാലും ഒരു 6 lakhിനടിയിൽ വരുന്ന ഒരു നല്ലൊരു ഫീൽ കിട്ടും. ബീറ്റിന്റെ മൈലേജും അതുപോലെ തന്നെ പെർഫോമൻസിനെ കുറിച്ച് എന്താണ് ബിലാലിന്റെ അഭിപ്രായം? ഇത് ഇപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആവുന്നു. ഇതിൻ്റെ പെർഫോമൻസ് ലെവൽ വെച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്.
പിന്നെ മോറോവർ ഇതിൻ്റെ മൈലേജ് ആണ് ഒരു അഡ്വാൻറ്റേജ്. അറൗണ്ട് എനിക്ക് സിറ്റിയിൽ അറൗണ്ട് ഒരു 19 to 20 കിലോമീറ്റേഴ്സ് അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. സോ ബിലാൽ, ഈ വണ്ടിയുടെ യൂസേജ് പാറ്റേൺ എങ്ങനെയാണ്? പിന്നെ വീട്ടിൽ ആരൊക്കെയാണ് ഈ വണ്ടി ഓടിക്കാറ്? വണ്ടി ഞാൻ തന്നെയാണ് വീട്ടിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു വർക്ക് നേച്ചർ അനുസരിച്ച് എനിക്ക് എറണാകുളത്തിൻ്റെ ഇന്നർ സ്കേറ്റ്സിലാണ് മെയിനായിട്ട് ബിസിനസ്സും കാര്യങ്ങളും ഉള്ളത്. അപ്പോൾ അവിടെ തന്നെ ട്രാഫിക് ജാംസും കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ നിന്ന് പെട്ടെന്ന് നമുക്കൊന്ന് എസ്കേപ്പ് ചെയ്ത് പോരാൻ ഈ വണ്ടി എനിക്ക് വളരെയധികം യൂസാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു യൂസേഴ്സ് കമന്റ് ഷെയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച് ബിലാൽ. ഇത് നഞ്ചപ്പ ഗൗണ്ടർ പൊള്ളാച്ചി കോയമ്പത്തൂർ പുള്ളി യൂസ് ചെയ്തിരുന്ന വണ്ടിയാണിത്. അത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് പുള്ളി യൂസ് ചെയ്തിരുന്നതാണ്. ഇത് മദ്രാസ് രജിസ്ട്രേഷനാണ്. മദ്രാസിൻ്റെ ആദ്യത്തെ മദ്രാസ് ആയപ്പോൾ തന്നെ ഉള്ള രജിസ്ട്രേഷൻ. പിന്നെ അതിനുശേഷം തമിഴ്നാട് വന്നു. പക്ഷേ നമ്മൾ ആ പഴയ രജിസ്ട്രേഷൻ തന്നെ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ വന്നിട്ട് നമ്മൾ കേരളത്തിലേക്ക് മാറ്റിയിട്ടില്ല. കാരണം ആ 3 ഡിജിറ്റ് മദ്രാസിൻ്റെ ആ പഴയ രജിസ്ട്രേഷൻ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുവരും, മെയിൻറ്റെയിൻ ചെയ്യും. ഇതിൻ്റെ ഹിന്ദുസ്ഥാൻ്റെ എൻജിൻ തന്നെ, പെട്രോൾ എൻജിൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ പഴയ എൻജിൻ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതിന് വേറെ ഓൾട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. സ്ലോ സ്പീഡ് എൻജിനാണ്. മൈലേജൊക്കെ ഒരു 10 ഒക്കെ പ്രതീക്ഷിക്കാം. പിന്നെ വണ്ടി നല്ല പക്ക കണ്ടീഷനാണ് ഓടിക്കാനൊക്കെ. ഞാൻ ഡെയിലി ഷോപ്പിൽ വരുമ്പോൾ രാവിലെ എടുത്തുകൊണ്ട് വരും, വൈകിട്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകും.